എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകരൂപേണയുള്ള മത്സ്യാവതാരം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ വിവർത്തനം, ആ അർത്ഥം ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതും ഇതും കൂടി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തുടർച്ചയായി കുറച്ചെങ്കിലും മനസ്സിലാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ആണ് ഇത് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 8-ാമത്തെ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിലാണ് ഈ മത്സ്യാവതാരം വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് കഥാപാത്രങ്ങളൊക്കെയാണ്. ഒന്ന്, ഭഗവാൻ മത്സ്യാവതാരമായി അവതരിക്കുന്നു. രണ്ടാമത് ഹയഗ്രീവൻ. മൂന്നാമത് മഹാരാജാവ് അതായത് വൈവസ്വതമനു എന്നിങ്ങനെ 3 പേരാണ് പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ ഈ ഹയഗ്രീവൻ എന്നൊരു അസുരനാണ്. അത് എല്ലാത്തിലും പറയുന്നുണ്ട്. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിൽ ഹയഗ്രീവന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഒരു അസുരൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നാരായണീയത്തിലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ഇത് പറയാൻ എന്താ കാരണം, അതിൽ പ്രാധാന്യമില്ലാത്ത ഒരാളെ പറ്റി പറയാനുള്ള കാരണം എന്താണ്? ഈ ശ്രീമദ് ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ 10-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം നോക്കുക. ഹയഗ്രീവ ശങ്കുരീരാഹ കപിലോ മേഘതുന്ദുവീ താരാകശ്ച കഥശുഭോ നിശിംഭോ ജംബുത്കലാഹ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഈ പാലാഴി കടയുന്ന സമയത്ത് ചില അസുരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മാത്രമേ ഹയഗ്രീവൻ എന്ന് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ വരുന്നത്? അതേ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? ജ്ഞാത്വാ തദ്ദനവേന്ദ്രസ്യ ചേഷ്ടിതം ധരാശബരീരൂപം ഭഗവാൻ ഹരീരീശ്വര എന്നാ പറയണത്. അപ്പോൾ അവിടെയും ഇദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇനി നാരായണീയത്തിൽ നോക്കുക. നാരായണീയത്തിൽ 32-ാമത്തെ ദശകം തുടക്കത്തിൽ തന്നെ ഹയഗ്രീവനെ പറയണം. പുരം ഹയഗ്രീവാഹ മഹാസുരനെ ഷഷ്ടാന്തരാന്തോദ്യന്ത കാന്തകാലേ കൽപ്പേ നിന്ദോന്മുഖ ബ്രഹ്മമുഖാദ്യധേഷ്ട വേദേഷനിത്സ കില മത്സ്യരൂപം എന്ന് പറയണം. അപ്പോൾ ഈ 3 സ്ഥലത്തും ഹയഗ്രീവൻ എന്ന് മാത്രമേ വരുന്നുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിൽ അതിൽ പ്രത്യേകിച്ച് ഈ 2 സ്ഥലത്തേ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് വധസമയത്ത് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, ഹയഗ്രീവൻ പറയുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എന്തിന് ഈ പ്രാധാന്യം കൽപ്പിച്ച് പറയുന്നു വെച്ചാൽ, ഈ ഹയഗ്രീവൻ്റെ പിന്നാലെ 2 കഥകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നീടുള്ള നിങ്ങളെ ആരെങ്കിലും പ്രഭാഷണത്തിലോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ശങ്ക വരും. ഇവിടെയും പറയുന്നുണ്ട് ഹയഗ്രീവൻ, അവിടെയും പറയുന്നുണ്ട്. ഏതാണ് ശരി? കാരണം ഇതിൽ പ്രാധാന്യമായി കഴിക്കുന്നത് ദേവീ ഭാഗവതത്തിലാണ് പ്രാധാന്യമായി പറയുന്നത്. കാരണം ഇവിടെ ഹയഗ്രീവൻ നമ്മുടെ വേദങ്ങളെ എടുത്തുകൊണ്ടുപോയി സമുദ്രത്തിൽ ചാടി, പിന്നെ വിഷു മത്സ്യരൂപം എടുത്തു, അങ്ങനെ കൊന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ദേവീ ഭാഗവതത്തിലാണ് ഹയഗ്രീവനെ പറ്റി കൂടുതൽ പറയുന്നത്. ഈ ഹയഗ്രീവൻ എന്ന ആരാണ് എന്ന് പറയുന്നത്, കശ്യപ പ്രജാപതിയുടെ പുത്രനാണ് ഹയഗ്രീവൻ. അതായത് കശ്യപ പ്രജാപതി 13 ഭാര്യമാരാണ് അദ്ദേഹത്തിൻ്റെ. 13 ഭാര്യമാരിൽ ഒരു ഭാര്യയാണ് വേണു, അവരുടെ പുത്രനാണ് ഇത്. ദക്ഷ പ്രജാപതിയുടെ 13 പുത്രന്മാരെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ കഥ, പക്ഷേ എങ്കിലും ഓർമ്മയിൽ പഠിക്കുന്നു. 13 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അവരുടെ പുത്രനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മുഖം കുതിര പോലെയാണ്, കുതിരമുഖമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് കുതിരമുഖത്തിലുള്ള ഇയാളെ കൊന്നു, വേദങ്ങൾ എടുത്തു എന്ന് ഇവിടെ പറഞ്ഞു കാണുന്നില്ല. ഹയഗ്രീവ എന്നുള്ള ആ ശ്ലോകത്തിലൊന്നും കാണുന്നില്ല.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ വന്നു അതുകൂടെ നമുക്ക് പറയാം. നമ്മളത് എടുക്കുന്ന സമയത്ത് ഏതിലാണ് പറയണത്? പ്രധാനമായിട്ട് ദേവീ ഭാഗവതത്തിലാണ് പറയണത്. ദേവീ ഭാഗവതത്തിൽ എന്ത് പറഞ്ഞു വെച്ചാൽ, ഈ ഈ ഹയഗ്രീവൻ വളരെയധികം തപസ് ചെയ്ത് ദേവിയെ പ്രസാദിപ്പിച്ച് ഒരു വരം വാങ്ങി. എന്താ അത്? എന്നെ കൊല്ലണമെങ്കിൽ, കുതിരയുടെ മുഖമാണ് അദ്ദേഹത്തിന്, ഇതേ എന്നെ പോലുള്ള മുഖമുള്ളവനും എന്നെ കൊല്ലാൻ പാടുള്ളൂ. ശരീരം മനുഷ്യനായിരിക്കണം, മുഖം ഇതായിരിക്കണം, പിന്നെ ജലത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല എന്ന് ഒരു വരം വാങ്ങിയിരുന്നു ഇദ്ദേഹം. മറ്റാരാലും കൊല്ലാനും സഹിക്കാൻ പാടില്ല. പ്രശ്നമായല്ലോ. എന്താ ഈ ജലത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല എന്ന്? കാരണം പ്രളയ സമയമായിരുന്നു അത്. പ്രളയം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അഹംഭാവം കൂടി. എന്താ, ഇനി ആരും കൊല്ലാനില്ല, വെള്ളത്തിലാണ്, പ്രളയമാണ്, ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു, ഇനി എവിടെ വെച്ച് കൊല്ലും എന്നുള്ള ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അഹംഭാവത്തോടുകൂടി ബ്രഹ്മാവ് ഉറക്കത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചതുർമുഖത്തിൽ നിന്ന് വേദങ്ങളെ എടുത്തുകൊണ്ട് പോയി സമുദ്രത്തിൽ അങ്ങോട്ട് ചാടി. വലിയ പ്രശ്നമായി. ഇയാളെ കൊല്ലാനാരാ? കുതിരമുഖത്തോടു കൂടി ഒരാൾ വേണം. അപ്പോൾ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പോയി കണ്ടു, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പരിഹാരം കാണാം, എന്തെങ്കിലും കാണാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞ ഹയഗ്രീവനോട് യുദ്ധം ചെയ്തു. ഒരുപാട് കാലം യുദ്ധം ചെയ്തു. അങ്ങനെ അദ്ദേഹം മഹാവിഷ്ണു വളരെ ക്ഷീണിച്ച് അങ്ങനെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വില്ലിലുള്ള ആ കയറ് അതിലായിരുന്നു ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ചെവിയുടെ ഈ അറ്റത്ത്, കഴുത്തിൻ്റെ അറ്റത്ത് ആ ഞാണ്, വില്ലിൽ കെട്ടിയിരിക്കുന്ന ഞാണ് ഇങ്ങനെ വന്നിരുന്നു. ആ സമയത്ത് ശുംഭൻ നിശുംഭൻ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ രണ്ടുപേര് ശുംഭോ നിശുംഭോ ജംബോ ഉത്കലാഹ എന്ന് പറഞ്ഞില്ലേ. ഈ രണ്ടുപേര് ഒരു കൃമിയുടെ രൂപത്തിൽ വന്ന് ഇതിനെ ഇങ്ങനെ അങ്ങോട്ടും ചെവിയിലൊക്കെ ഇങ്ങനെ ആക്കിയ സമയത്ത് ഇത് ഞാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വിട്ട് കഴുത്ത് 2 കഷ്ണമായി ഖണ്ഡമായിപ്പോയി. മഹാവിഷ്ണുവിൻ്റെ കഴുത്ത്. ഇതൊക്കെ ഒരു വിചിത്രമായി തോന്നും, പക്ഷേ വിധിയുടെ വിളയാട്ടാണ്. കാരണം ഇദ്ദേഹത്തിനെ കൊല്ലാൻ അശ്വമുഖനെ കൊണ്ടേ ആവുള്ളൂ. അപ്പോൾ അശ്വമുഖനെ ഉണ്ടാകണം, അശ്വമുഖനെ അല്ലെങ്കിൽ ഭഗവാൻ കൊണ്ടേ ആവുള്ളൂ. അപ്പോൾ കഴുത്ത് പോയ സമയത്ത് ഈ ദേവന്മാരെല്ലാവരും കൂടി നോക്കി അവിടെ ഇവിടെ ഒന്നും കാണാനില്ല. ഒരു കുതിരയുടെ മുഖം കൊണ്ട് അദ്ദേഹത്തിന് കഴുത്തിൽ വെച്ചു. ഉടനെ ഹയഗ്രീവൻ എന്ന് പേരും കൊടുത്തു. അയാൾ വേറൊന്നും കൂടി പറഞ്ഞിരുന്നു, ഞാനിവിടെ പറഞ്ഞില്ല. എൻ്റെ മുഖം മാത്രമല്ല, എൻ്റെ പേരുള്ളവനും കൂടി ആയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഹയഗ്രീവമൂർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ഇയാളെ സ്വന്തം മടിയിലിരുത്തി കയ്യിലുള്ള ചക്രം കൊണ്ട് കഴുത്തറുത്തു. അപ്പം ഞാൻ ഇത് പറയാൻ ഹയഗ്രീവൻ എന്ന് പറയാൻ കാരണം എന്താ അറിയുമോ? നമുക്ക് ഹയഗ്രീവൻ എല്ലാ സ്ഥലത്തും അസുരന്മാരാണെന്ന് പ്രത്യക്ഷമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഹയഗ്രീവൻ അസുരനാണ്. അസുരനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ച് കണ്ടിട്ടില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവരെ ഉണ്ട്. ഈ കാലത്ത് ഇവിടെ രാജസ്ഥാനിൽ എവിടെയോ രാവണനെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താ പോട്ടെ, സാധാരണഗതിയിൽ അസുരന്മാരെ രാക്ഷസന്മാരെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഹയഗ്രീവായ നമ എന്ന് പറയുമ്പോൾ ദേവനായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഹയഗ്രീവൻ എന്ന പേര് കൊടുത്തു. പിന്നെ ഈ സംശയം തീർക്കാനാണ് ഇത് പറഞ്ഞത്. അങ്ങനെ മടിയിൽ വെച്ച് സുദർശന ചക്രം കൊണ്ട് കഴുത്തറുത്ത് കൊണ്ടുവന്ന് ദേവീ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മടിയിൽ വെച്ച് കൊല്ലാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രളയ സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഭൂമി മുഴുവൻ പ്രളയമാണ്. ആ പ്രളയ സമയത്ത് വെള്ളത്തിൽ വെച്ച് കൊല്ലാൻ പറ്റില്ല എന്നുള്ള അനുഗ്രഹം അയാൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ
സ്വന്തം മടിയിൽ വെച്ച് സുദർശന ചക്രം കൊണ്ട് കഴുത്തറുത്തു കൊന്നു. അവിടെയും ഹയഗ്രീവന്മാർ രണ്ടുപേരുണ്ട്. ഒന്ന് അസുരൻ, ഒന്ന് സാക്ഷാൽ ഭഗവാൻ. ആ സാക്ഷാൽ ഭഗവാനെയാണ് നമ്മൾ ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികകൃത ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഈ രാക്ഷസനെയല്ല. അപ്പോൾ അവിടുത്തെ സംശയം തന്നെ. ഇനി ഈ ഹയഗ്രീവൻ അത് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ഇനി നമുക്ക് മത്സ്യാവതാരത്തിലേക്ക് കിടക്കാം. മത്സ്യാവതാരത്തിലെ സമയത്ത് ഹയഗ്രീവൻ ഈ ഇതുപോലെ തന്നെ ഇതും കൊണ്ട് കടലിൽ തടി. അപ്പോൾ നാൻമുഖൻ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. സൃഷ്ടിയൊക്കെ കഴിഞ്ഞ് നാൻമുഖൻ, അതല്ലേ ബ്രഹ്മാവ്, ക്ഷീണിച്ചിരിക്കുന്ന ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. സമയം പോയിക്കൊണ്ടിരിക്കുന്നു.